വാർത്തകൾ വിശദമായി. വയനാട് തട്ടിപ്പിന്റെ കേന്ദ്രമായി മാറി. കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കിയതായും സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെ നടപടിയെടുക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സാമ്പത്തിക തട്ടിപ്പടക്കം 6ഓളം തട്ടിപ്പുകളാണ് അടുത്ത കാലത്തായി വയനാട്ടിൽ നടന്നത്. തൊണ്ടർനാട് കേന്ദ്രീകരിച്ച് സ്വർണ്ണ തട്ടിപ്പ്, വെള്ളമുണ്ട കേന്ദ്രീകരിച്ച് കുരുമുളക് തട്ടിപ്പ്, പുൽപ്പള്ളിയിൽ ബാങ്ക് വായ്പ തട്ടിപ്പ്, ബത്തേരി ആസ്ഥാനമായി ധനകോടി ചിട്ടി തട്ടിപ്പ്, കൽപ്പറ്റ ബത്തേരി എന്നിവിടങ്ങളിൽ IDBI വായ്പാ തട്ടിപ്പ് തുടങ്ങിയ തട്ടിപ്പുകളാണ് വയനാട്ടിൽ ഇപ്പോൾ അരങ്ങ് തകർക്കുന്നത്. ഇതിനെതിരെ പോലീസ് കേസെടുത്ത് നടപടികൾ പുരോഗമിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ തട്ടിപ്പ് കേസിലും ഇരകളായിട്ടുള്ളത്. കേസുകളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് DYSP തലവനായി പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് പറഞ്ഞു. ഈ തട്ടിപ്പ് നടത്തിയവരുടെ പ്രോപ്പർട്ടീസ് അങ്ങനെ സ്ഥാപനങ്ങൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് ആ സാധനങ്ങൾ അതിൽ റിക്കവറി ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അതിലുണ്ട്. സോ അങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ ഉള്ള കേസുകൾ നമ്മൾ പരിശോധിച്ച് ആ പുതിയ സെക്ഷൻസ് നിയമങ്ങൾ കൃത്യമായിട്ട് സെക്ഷനും കൂടി ഇട്ട് നമ്മൾ അങ്ങനത്തെ കേസുകൾ അന്വേഷിച്ച് ടൈംലി ആയിട്ട് പ്രതികൾ നമ്മൾ അറസ്റ്റ് ചെയ്തും കൂടി ഇങ്ങനത്തെ ഉള്ള കേസുകൾ നമ്മൾ ചെയ്തു വരും. തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ നടപടിയുടെ ഭാഗമായി പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടും. തട്ടിപ്പ് സംഘങ്ങൾ വയനാട്ടിൽ വലവിരിച്ച് കാത്തിരിക്കുന്നതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് SP നിർദ്ദേശിച്ചു. ജില്ലയിലെ 5 പ്രധാനപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിലും കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായി കൂടുതൽ അറസ്റ്റും ഉണ്ടാകും. കേരള വിഷൻ ന്യൂസ്, വയനാട്.